മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റ്. നല്ല നമസ്കാരം. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോൺ. ഇന്ന് മാറ്റുലി സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് നന്ദിപുരത്താണ്. തൊട്ടു മുകളിൽ കണ്ടില്ലേ, മിഴി സാംസ്കാരിക വേദി. ഈ ഒരു പ്രദേശവാസികൾ, പ്രത്യേകിച്ച് വരതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്രദേശവാസികൾ ഒരു സംഭവം കാണിക്കാൻ പോവാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടില സംഭവം, അങ്ങനെ തന്നെ പറയണം. സ്വാഭാവികമായിട്ടും മാറ്റുലി നമ്മുടെ ജനകീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ജനകീയ വിഷയം തന്നെയാണ്, പക്ഷേ ഈ ജനങ്ങൾ ഒരു വിഷയം ഉണ്ടാക്കി ആ വിഷയങ്ങൾ ജനങ്ങൾ തന്നെ പരിഹരിക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള മാറ്റുലി ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാവും. വിഷയങ്ങളാണല്ലോ നമ്മൾ അധികാരികളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അധികാരികൾക്ക് ഞങ്ങൾ അധികാരികളോട് പറയാനുള്ളത്, ഇവിടെയുള്ള കുറച്ച് മനുഷ്യർ, നന്മയുള്ള മനുഷ്യർ ഒരു സംഭവം അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ഈ ജില്ലയിലുള്ള മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രചോദനമാകുവാൻ സാധിക്കുമെങ്കിൽ പ്രചോദനമാകട്ടെ. നമ്മുടെ മക്കളെല്ലാം, പുതുതലമുറയുടെ മക്കൾ കളിക്കുവാനും ഓടിക്കളിക്കുവാനും ഒന്നും ഒരു ഇടമില്ലാതെ വലയുകയാണ്. ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ കേൾക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും ഇടയിലെല്ലാം നമ്മുടെ പുതുതലമുറകൾ വീണ് കുരുങ്ങിപ്പോകുന്നു എന്ന്. എന്തുകൊണ്ടാണ് അത്തരം പ്രതിസന്ധികളിലേക്ക് നമ്മുടെ യുവതലമുറ പോകുന്നതെന്ന് ചോദിച്ചാൽ, അവനവനിലേക്ക് അവനവൻ ചുരുങ്ങുന്ന ഒരവസ്ഥ. പഴയ കാലഘട്ടങ്ങളിലെല്ലാം ഓടിക്കളിക്കാൻ ഇടങ്ങളുണ്ടായിരുന്നു. വിദ്യാലയത്തിൽ നിന്ന് 4 മണിക്ക് വന്ന ശേഷം അവന്റെ പുസ്തകമെല്ലാം മാറ്റിവെച്ച് അല്പം ഒന്ന് ഓടിക്കളിക്കാൻ ഇടമുണ്ടായിരുന്നു. ഇന്ന് ഓടിക്കളിക്കാൻ ഇടമില്ല. ഇടമുള്ളിടത്ത് പോലും വേണ്ട രീതിയിൽ പരിഗണന നൽകുവാൻ അധികാരികളുമില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് മിഴി സാംസ്കാരിക വേദി ഒരു കൂട്ടായ്മ ഈ നാടിന് വേണ്ടി ഒരു കളിയിടം ഒരുക്കുകയാണ്. തീർത്തും അഭിനന്ദനാർഹമായ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം. ആ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് മാറ്റുലി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. ആദ്യം തന്നെ ഇവർക്ക് അഭിനന്ദനം നേരുകയാണ്. ഇനി അധികാരികളോട് ഇത്ര നല്ല ഉദ്യമങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ അങ്ങ് ചേർത്ത് പിടിച്ചേക്കാം. ഈ ഒരു ഉദ്യമത്തെ നിങ്ങൾ ആവോളം പ്രോത്സാഹിപ്പിച്ച് കഴിയുമെങ്കിൽ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്താൽ ഇത് പൂർത്തീകരണത്തിലേക്ക് എത്തും. അത് മറ്റുള്ള മേഖലകളിലും മറ്റുള്ള പഞ്ചായത്തുകളിലും അത് ഈ ഒരു പാത അനുകരിക്കാവുന്നതുമാണ്. അപ്പൊ നീട്ടുന്നില്ല, കൂടുതൽ വിശേഷങ്ങളിലേക്ക്. നമ്മൾ മുന്നേ സൂചിപ്പിച്ച ആ ഒരു വിഷയത്തിലേക്കാണ് എത്തുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കുകയാണ്. ഈ ഒരു മിഴി സാംസ്കാരിക വേദി നന്ദിപുരത്തിന്റെ പ്രസിഡന്റ് നമ്മളോടൊപ്പം ശരിയാണ്. ചേട്ടാ, പേര്? എൻ്റെ പേര് ശശികുമാർ. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് വളർന്നു വരുന്ന തലമുറയ്ക്ക്, പുതുതലമുറകൾക്ക് വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് പഠനത്തോടൊപ്പം തന്നെ കായിക കാര്യങ്ങൾക്കും ഒപ്പം തന്നെ നമുക്ക് തന്നെയാണെങ്കിൽ രാവിലെ ഒന്ന് വ്യായാമങ്ങൾക്കും എല്ലാം നമ്മുടെ പരിമിതമായ പല സ്ഥലങ്ങളിലും ഇതിനൊന്നും സ്ഥലമില്ല. പല പഞ്ചായത്തുകൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണിത്. ആ ഒരു പ്രതിസന്ധിയെ, ആ ഒരു വിഷയത്തെ എങ്ങനെ നിങ്ങൾ ഏറ്റവും മനോഹരമായി രമ്യമായി പരിഹരിക്കാമെന്ന് കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ. യഥാർത്ഥത്തിൽ ഇതിന്റെ ആശയം എങ്ങനെയാണ് തുടക്കം കുറിച്ചത്? ഇവിടെ കുറെ നാളുകളായിട്ട് നമ്മുടെ ഇപ്പോൾ ഈ സ്ഥലത്തൊരു പൊതു കളിസ്ഥലമില്ല. അപ്പൊ ഈ കളിസ്ഥലത്ത് ഇവിടെ നമ്മൾ മനസ്സിൽ കണ്ടമാനം ആഗ്രഹങ്ങളുണ്ട്. മിഴി സാംസ്കാരിക രൂപം കൊണ്ടുവരുന്ന കുറെ കാലങ്ങളായി. പക്ഷെ അതിന്റെ രജിസ്ട്രേഷൻ അടക്കം കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ശരിയായിക്കൊണ്ട് നമുക്ക് ഒരു പൊതു കളിസ്ഥലം വേണം. എന്താ വെച്ചാൽ ഇന്നത്തെ യുവതലമുറ തീർച്ചയായിട്ടും ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയാണ്, പ്രത്യേകിച്ചും മയക്കുമരുന്നിന്റെ മേഖലകളിൽ. അപ്പം അത്തരം യുവാക്കളെ, ചെറിയ കുട്ടികളടക്കമുള്ളവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരെ കളിയിൽ കൂടുതൽ താല്പര്യപരമാക്കിക്കൊണ്ട് ഈ മേഖലയ്ക്ക് നമുക്കൊരു കളിസ്ഥലം ഉണ്ടായാൽ അതോടൊപ്പം നമ്മൾ മുതിർന്നവർക്ക് ഒരു എന്താ പറയാ വ്യായാമങ്ങൾക്കായിട്ടൊരു ചെറിയൊരു ഓപ്പൺ ജിം, അതുപോലെ ഒരു പാത്ത് വേ ഒക്കെ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ പരിപാടി ഇട്ടിരിക്കുന്നത്.
അപ്പൊ ഇതിന്റെ ഒരു ആശയം നമ്മൾ കുറെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ്. പക്ഷെ പിന്നീട് നമുക്കൊരു അവസരം വന്നത് ഇപ്പോ കൊടുങ്ങല്ലൂര് ഇങ്ങനെ ഒരു ക്ലബ്ബ്, ഒരു വായനശാല സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞു. അപ്പൊ ഞങ്ങളവിടെ പോയി കണ്ടു പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ നമുക്ക് ആ സ്പോൺസർമാരായിട്ട് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 10-15 ലക്ഷം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ടാർഗറ്റ് ചെയ്യാൻ. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇപ്പൊ സ്ഥലത്ത് തന്നെ നമുക്കൊരു 30 ചില്ലാൻ ലക്ഷം വരും. അപ്പൊ നമ്മളൊരു 2.5 ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളോട് സമീപിച്ചുകൊണ്ട് എല്ലാവരും സഹകരണത്തോടു കൂടിയിട്ട് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ സ്ഥലം എടുപ്പിനെ കുറിച്ച് എങ്ങനെയാണ് ഇതിപ്പോ ഇത് കാണുന്ന മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ സ്ഥലവും കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുത്തതും മറ്റുള്ള കാര്യം എങ്ങനെയാണ്? ഞങ്ങൾ സ്ഥലം തിരഞ്ഞെടുത്തതിനെ സംബന്ധിച്ച് ഞങ്ങളും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ്. ഞങ്ങളുടെ ഉള്ളിൽ പല സ്ഥലങ്ങളെക്കുറിച്ചും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ട്. അതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ പലതും ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നെ ആവശ്യം നമ്മുടെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മുടെ നാടിലെ ഏറ്റവും വലിയ വിപത്ത് പറഞ്ഞ മദ്യം മയക്കുമരുന്ന് പോലെ തന്നെ ഒരു വലിയൊരു വിപത്താണ്. എത്ര സെന്റ് സ്ഥലം ഉണ്ട് അവിടെ? 53 സെന്റ് സ്ഥലം. ഈ 53 സെന്റ് സ്ഥലം പൂർണ്ണമായിട്ട് നിങ്ങൾ വാങ്ങാനുള്ള ഉദ്ദേശം? പൂർണ്ണമായിട്ട് ഞങ്ങൾ വാങ്ങുന്നു. അതിന് അഡ്വാൻസ് കൊടുത്തു. ഇനി 10 മാസത്തിനുള്ളിൽ ഞങ്ങളത് മുഴുവൻ തുക കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യണം. ഇമ്മീഡിയറ്റ് സാംസ്കാരിക വേദിയുടെ പേരിലാണ് അത് ഞങ്ങൾ ചെയ്യുന്നത്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം തുടങ്ങിയ വിപത്തിന് പോലെ തന്നെ വലിയൊരു വിപത്താണ് നമ്മുടെ ഓൺലൈൻ ഗെയിമിങ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ മുറികൾക്കുള്ളിലേക്ക് ചുരുങ്ങി പോവുക. അപ്പൊ അവരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. എല്ലാവരും കാണുന്ന രീതിയിൽ ഒരു പൊതു സ്ഥലമാകുമ്പോൾ നമുക്ക് എല്ലാവരും അവിടെ ഒത്തുകൂടുകയാണെങ്കിൽ നമുക്ക് മറ്റു പ്രവർത്തികളിലേക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ചേട്ടന്റെ പേര്? എന്റെ പേര് സത്യൻ. സത്യൻ ചേട്ടന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ നിങ്ങളെല്ലാം ഒരുമിച്ച് കളിച്ചും ചിരിച്ചും നടന്നിരുന്ന മൈതാനങ്ങളാണ്. ആ മൈതാനങ്ങളിൽ എല്ലാ ദിവസവും ഒത്തുകൂടാറുണ്ട്. ഇന്ന് മൈതാനങ്ങളിൽ ആരും തന്നെ ഒത്തുകൂടാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളിലേക്ക് നമ്മുടെ യുവതലമുറ പോകുന്നത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെ. ഈ ഒരു സ്ഥലത്തിന് ഈ 53 സെന്റ് അല്ലെ, 53 സെന്റ് സ്ഥലത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പദ്ധതി എങ്ങനെയാണ്? കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും പിന്നെ പ്രധാനമായിട്ട് വയോജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രമാണ് ഇതില്. പിന്നെ വ്യായാമത്തിനുള്ള സ്ഥലങ്ങളും. പ്രധാനമായിട്ടും എന്റെ കാഴ്ചപ്പാടില് വയോജനങ്ങൾക്ക് വിശ്രമിക്കാനും അവർക്ക് രാത്രി കൂടുമ്പോൾ ഒന്ന് ഒത്തുകൂടാനും ഇപ്പോഴത്തെ കാലഘട്ടത്തില് വീട്ടില് അച്ഛനും അമ്മമാരും തന്നെയാണ്. തീർച്ചയായിട്ടും കുട്ടികളൊക്കെ വിദേശത്ത. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒന്ന് ഒത്തുകൂടാനും ഞങ്ങളെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഇതിനൊരു പറ്റിയ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളതിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. നമുക്ക് കഴിയാൻ പറ്റുന്നത് ചെയ്യുക, ഇത് വിജയിപ്പിക്കുക എന്നുള്ളൊരാശയത്തിലാണ് നമ്മൾ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. നല്ലൊരു അഭിപ്രായമായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ ഈ രാജു, ശശി അവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ പങ്കാളിയാവാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു സ്ഥലം, അനുയോജ്യമായ സ്ഥലം കാണുന്നു, അവിടെ ചെറിയൊരു ടോക്കൺ കൊടുക്കുന്നു, ബാക്കിയുള്ള ഫണ്ടുകളെല്ലാം സുമനസ്സുകൾ തരുന്നു. ഭാവിയിൽ ഒരുപക്ഷെ ഒരു 2-3 വർഷത്തിനുള്ളിൽ ഏറ്റവും മികച്ച ഒരു മൈതാനമായി വരുന്നു. ഈ ഒരു ആശയം മുന്നോട്ട് വന്നപ്പോൾ നിങ്ങളുടെ യുവതലമുറയുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം എന്തായിരുന്നു? ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ കളിസ്ഥലം വരാന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ എന്താ പറയാ, ഞങ്ങൾക്കൊരു ചെറിയൊരു സംഘമുണ്ട്. അപ്പം അവിടുന്ന് നമ്മളെ നോക്കി വളർത്തിയ മുതിർന്ന ആൾക്കാര്, അവരിൽ നിന്ന് നമ്മൾ ഇത് ആദ്യം അറിയണത് തന്നെ. അപ്പൊ നമ്മൾ ആദ്യം ആലോചിക്കുമ്പോ നല്ല കാര്യമായിട്ട് തോന്നി. അതായത് കുട്ടികൾക്കൊരു സ്ഥലം, അതായത് അവർക്കൊരു സ്ഥലം കിട്ടുമ്പോ അവര് വേറൊരു രീതിയിൽ വേറൊരു സ്ഥലത്തേക്ക് പോവില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ ചുരുങ്ങി പോകുന്നിടത്ത് നിന്ന് ഒരിടത്ത് എന്ന് പറയുമ്പോൾ ഒരു സംവദിക്കാനൊരിടാണ് കിട്ടുന്നത്. അപ്പോൾ പല പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഒരു
കോൺവെർസേഷൻ കുറവാണ്. അതായത് സംവദിക്കാനുള്ളൊരു എന്താ പറയാ സിറ്റുവേഷൻ കിട്ടായ്മ അല്ലെങ്കിൽ ഒരു സ്ഥലം ഇല്ലായ്മ അതൊക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100% അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിയും ചുരുങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സത്യം ചേട്ടൻ അടക്കം ക്ലാസ് കഴിഞ്ഞാൽ വന്നാൽ ഒന്ന് കളിക്കാൻ പോകുമായിരുന്നു. ഇന്ന് ഈ കൂട്ടത്തിലുള്ള എത്ര കുട്ടികൾ കളിക്കാൻ പോകുന്നുണ്ടെന്നൊന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും. അതെ, അപ്പൊ ഇങ്ങനൊരു ഇടം കിട്ടി കഴിഞ്ഞാൽ ആർക്കായാലും സംവദിക്കാനൊരു ഇടം കിട്ടുമ്പോൾ ഉള്ളില് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മൾ എന്താ പറയാ കോൺവെർസേഷനിലൂടെ എല്ലാം നമുക്ക് എന്താ പറയാ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രശ്നങ്ങളില്ലാത്തൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയാ അങ്ങനെ ഒരു ഏരിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയല്ല ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതിനൊരു ഭാഗമായിട്ട് നിൽക്കാൻ എന്ന് വെച്ചാൽ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമസ്കാരം. പേര്? ആദിത്. എന്ത് ചെയ്യുന്നത്? ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു. എങ്ങനെയാണ് സ്പോർട്സിനോട് വലിയ താല്പര്യമുണ്ട്. ഇങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു എന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിലൊക്കെ ഓടിച്ചാടി കളിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല? അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഗ്രൗണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇനി വരുന്ന ആളുകൾക്ക് കുട്ടികൾക്ക് ഇപ്പോ നമ്മളിപ്പോ ഇവിടെ 2024 ടൈമിൽ ജീവിച്ചിരുന്ന ഞങ്ങൾ ഇനി വരുന്ന ഫ്യൂച്ചറിന് വേണ്ടി ഒരു സമ്മാനം രീതിയാണ്. ഇപ്പോ ഇത് അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 50 ലക്ഷം ഞങ്ങൾ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട്. അത് കിട്ടുന്നവരെ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു പക്ഷേ ഈ പ്രോഗ്രാം കാണുന്ന മറ്റുള്ള സ്ഥലങ്ങളിലെ യുവാക്കളോ നിങ്ങളെ പോലുള്ള യുവതലമുറയോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നമുക്കൊരു കളിസ്ഥലം അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് അച്ചീവ് ചെയ്യണമെങ്കിൽ കൂട്ടായ്മ വേണം. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അച്ചീവ് ചെയ്യാനാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ അച്ചീവ് ചെയ്ത് തന്നെ നമ്മുടെ നാടിന് തന്നെ ആയിരിക്കും ഗുണം ഉണ്ടാവുക. കാരണം കൂടുതൽ ക്ലോസ് ആവും ആൾക്കാർ തമ്മിൽ. ഇങ്ങനെ സ്ഥലം കിട്ടുമ്പോൾ കൂടെ ചേർന്ന് നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കും. ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിക്കാറ്? ഞങ്ങള് ഒരു സംഘമുണ്ട്, അതായത് ചെറിയൊരു കൂട്ടായ്മയാണ് മഴവിൽക്കൂട്ടം എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാ ഞായറാഴ്ചയും ഞങ്ങള് 10 മണിക്ക് കുട്ടികളായിട്ട് എല്ലാവരും ചേരാറുണ്ട്. അപ്പൊ അതില് മുതിർന്ന കുറച്ച് പേരൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് എല്ലാ ആഴ്ചയും കൂടാറുണ്ട്, എല്ലാ ഞായറാഴ്ചയും കൂടാറുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് പിന്നെ ഞങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരു സ്ഥലം വേണമെന്ന് മനസ്സിലാക്കിയത്. പലപ്പോഴും ഇവിടുത്തെ പള്ളിയുടെ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ പാടങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ പല സമയങ്ങളിലും അവിടെ പരിപാടികളും പിന്നെ പാടങ്ങളാകുമ്പോ നമുക്കറിയാലോ, അവിടെ അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് കളിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു പൊതുസ്ഥലം വേണമെന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ബുദ്ധിമുട്ടുന്നവരോട് പറഞ്ഞ് അവരങ്ങനെ ചെയ്തതാണ്. നമസ്കാരം. എന്താ പേര്? ഭഗത്ത്. എന്താണ് ഏതാണ് സ്പോർട്സിൽ ഏതാ ഇഷ്ടം? ഫുട്ബോൾ കളിക്കാൻ ഇനി ഒരു മൈതാനം വരാൻ പോവാണ്. സന്തോഷം അല്ലെ? തീർച്ചയായിട്ടും മറ്റുള്ള സമൂഹത്തിന് ഒരു മാതൃകയാക്കുന്ന നല്ലൊരു ഉദ്യമത്തിനാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ പുതുതലമുറകൾ ഇതിലെ ചെറിയ കുഞ്ഞു മുതൽ മുതിർന്ന ആളുകൾ വരെയും ഇവർ പുതിയ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് നമുക്കെല്ലാം ഒത്തൊരുമിച്ചാൽ നടക്കാത്ത കാര്യമില്ല. ഒരു സമൂഹത്തിൽ ഒരു കൂട്ടായ്മ വളർത്തിയെടുത്താൽ, ഒരു ആവശ്യത്തിനായിട്ട് ഒരു കൂട്ടായ്മ വളർത്തിയെടുത്താൽ ഏത് ആവശ്യവും നടന്നിരിക്കും. അതിന്റെ ഉത്തമ ഒരു തെളിവിന്റെ തുടക്കമാണ് ഇപ്പോൾ ഈ നന്ദിപുരത്ത് കാണാൻ കഴിയുന്നത്. എന്തായാലും അഭിനന്ദനങ്ങൾ നേരുകയാണ്. സ്വാഭാവികമായിട്ടും മാറ്റുലി ജനകീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാറ്. ഇതൊരു ജനകീയ വിഷയമാണ്. ആ ജനകീയ വിഷയത്തിനെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കിയാണ്. മറ്റൊന്നുമല്ല, മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാക്കാൻ പറ്റുമെങ്കിൽ ഇതുപോലെയുള്ള ചില തീരുമാനങ്ങൾ സമൂഹത്തിന് വരുന്ന മാറ്റങ്ങൾ വലുതാണ്. അത്തരം മാറ്റങ്ങളൊക്കെ ആവുമ്പോഴാണ് നമ്മുടെ നാട് വികസിക്കുകയുള്ളൂ. നമ്മുടെ നാട് സമ്പൽ സമൃദ്ധി, ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ വാക്കുകളിൽ പറയുമ്പോൾ ഇതുപോലെയുള്ള ദൈവത്തിന്റെ നല്ല ചിന്തകൾ കൂടി വരിക തന്നെ വേണം. എന്തായാലും ഇവിടെയൊക്കെ ചോദിച്ചതാണ്. അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കാം, എന്റെ പേര്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഫുട്ബോൾ. അഭിനവ്. ഇങ്ങനെയുണ്ട്. ഗ്രൗണ്ട് വേണം? വേണം. പെട്ടെന്ന് ഗ്രൗണ്ട് വേണം? എത്ര വേഗം വേണം? എങ്ങനെയുണ്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ആണ്? ഫുട്ബോൾ. ഗ്രൗണ്ട് ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് പോയി പറയാറുണ്ട് അച്ഛനോട് അമ്മയോടൊക്കെ? അപ്പൊ അവരൊക്കെ എന്താ പറയാറ്? കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? പേര്? ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണോ? അല്ല, ഓടിച്ചാടി കളിക്കാൻ ഇഷ്ടമാണല്ലേ? തീർത്ത ഫുട്ബോൾ കളിക്കും. ഇതോ ചോദിക്കട്ടെ, ഭാവിയിൽ ആരായി തീരണം? നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാവണം അല്ലേ? അത് ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് വേണോ അല്ലേ? ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് ആ ചേട്ടന്മാരൊക്കെ കൈയടിക്കണ്ടേ? അപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. ഇതുപോലെയുള്ള നല്ല ആളുകളൊക്കെ ചേരുമ്പോഴാണ് നല്ല ഒരു ഗ്രൗണ്ട് എന്നൊക്കെ വരുന്നത്. തൊപ്പിക്കാരാ എന്റെ പേര്? അവിടെ നോക്ക്, ക്യാമറ അവിടെയാ. എന്റെ പേര്? എങ്ങനെയുണ്ട് ഈ ഒരു
ഗ്രൗണ്ട് ഒക്കെ വരാൻ പോകുന്ന പറഞ്ഞപ്പോ കിട്ടിയ സന്തോഷം എങ്ങനെയാ? നല്ല സന്തോഷം. നല്ല സന്തോഷമാണോ? പറഞ്ഞോ ഇങ്ങനെ ആശയം. നല്ല സന്തോഷമാണോ? എന്തെങ്കിലും സെപ്പറേറ്റ് പറയാനുണ്ടോ ഈ ഗ്രൗണ്ട് വരുമ്പോ? സന്തോഷം. സന്തോഷം. എന്തായാലും ഈ സന്തോഷം എന്നെന്നും നിലനിൽക്കട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. ഇനിയുള്ള ആശയങ്ങൾ, ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ്? ഇപ്പോൾ മിഴി ഇവിടെ കുറച്ച് കാലമായിട്ട് തന്നെ യുവാക്കളുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാപൂർവം ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരുടെ വിവിധ കാര്യങ്ങൾ പക്ഷെ അവർക്കൊരു സ്ഥലപരിമിതിയാണ് അവരൊരു പ്രശ്നമായിട്ട് കണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഒരു പരിഹാരമാവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ലഹരി. അപ്പോൾ ഈ ലഹരി എന്നുള്ളതിന് ഒരു നല്ല ലഹരി കൊണ്ട് ജീവിതത്തിൻ്റെ ഒരുപാട് നല്ല ലഹരികളുണ്ട്. കളികളാണ്, കായിക വിനോദങ്ങൾ, കൃഷി, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് മിഴി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും തീർച്ചയായിട്ടും വിജയിക്കും. അതിന് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഫണ്ടുകൾ നമ്മൾ ചെലവാക്കാറുണ്ട്. അപ്പോൾ ഇവർ വാങ്ങുന്ന സ്ഥലം പഞ്ചായത്തിന് കൈമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയും. ഈ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളൊക്കെ ഈ ഒരു സാംസ്കാരിക വേദിക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിലെങ്ങനെ വെച്ചാൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഭൂമി പഞ്ചായത്തിന് കൈമാറുകയാണെങ്കിലാണ് ചെയ്യാൻ കഴിയുക. എത്ര കാശ് വേണമെങ്കിൽ ചിലവ് ചെയ്യാൻ കഴിയും. എന്തായാലും ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമത്തിനായിട്ട് നിങ്ങൾ മുന്നോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഈ സുമൻസുകൾ എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്തെ ആളുകൾ തന്നെയാണോ, അതോ മറ്റുള്ള ആളുകളൊക്കെ ഇതിൽ സംഘടിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? ഞങ്ങൾ സംഘടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമുക്കൊരു കുറച്ച് വീടുകളുണ്ട്, ഒരു 100-150 വീടുകളുണ്ട്. ആ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ സഹകരണമാണോ? പിന്നെ നല്ല വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇതുവരെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിന്റെ പ്രചോദനവും. നിങ്ങളുടെ ആശയം എങ്ങനെയാണ്? അതായത് ഈ ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞു വയോജനങ്ങൾക്കും എല്ലാം ഉള്ളൊരു ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? എങ്ങനെയാണ്? ഡിസൈൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിന് അത്തരം ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ആദ്യഘട്ടം ഈ സ്ഥലം വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമായിരിക്കുന്നത്. സ്ഥലം മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് മാത്രമാണ് മുന്നോട്ട് പോകുക. മറ്റുള്ള സ്ഥലത്ത് ഇപ്പൊ ഈ കൊടുങ്ങല്ലൂർ പോയിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങിയത്? കൊടുങ്ങല്ലൂർ കളവിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരം ഒരു സംരംഭം കേരളത്തിലെ ആദ്യത്തെ ജനകീയ കളിക്കളം എന്നൊക്കെയാണ് അവർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷെ ഞങ്ങളായിരിക്കും രണ്ടാമത്തെ ജനകീയ കളിക്കളം. അപ്പോൾ അവരെ എന്തൊക്കെയാണ് അവർ നേരിട്ട പ്രതിസന്ധികൾ, അവരെങ്ങനെ ഇത് അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒരു പ്രാഥമികമായ പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. ഉണ്ടാവാൻ പോകുന്ന പ്രതിസന്ധികളെ ഒരു ബോധ്യമുണ്ട്. നമുക്ക് ഒരു സംഘടനാശേഷി എത്രമാത്രം ശക്തിപ്പെടുത്തണം എന്നുള്ള കുറിച്ച് ഒരു ധാരണയുണ്ട്. എന്നിരുന്നാലും നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കിത് നേടാൻ തന്നെ പറ്റുന്നത് തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൾ ഞങ്ങളോട് പറയുന്നത്. തീർച്ചയായും ഈ ഒരു ഉദ്യമത്തിന് പൂർണ്ണമായും സപ്പോർട്ടായിട്ട് യുവതലമുറയുണ്ട്. അതെ, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോണവരാണെങ്കിലും വല്ലതരാണെങ്കിലും എല്ലാവരും ഇതിന്റെ പിന്നാലെയാണ്. ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ എല്ലാവരും യുവതലമുറയല്ല, ഇവിടുത്തെ എല്ലാവരും ഇവിടെ ഉണ്ടാവും. കാരണം ഇവിടുത്തെ പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് അതിൻ്റെ ഇത് ഞങ്ങൾക്ക് നേരിടെടുക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം. തീർച്ചയായിട്ടും. അതായത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഒരു 4 മണി കഴിഞ്ഞിട്ട് കുട്ടികൾ നേരെ വന്ന് വീട്ടിൽ ആദ്യം ചോദിക്കുന്നത് സ്മാർട്ട് ഫോണാണ് അല്ലെ? ഇപ്പൊ ചേട്ടന്റെ വീട്ടിലായാലും ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ തന്നെയായിരിക്കും. അതായത് മാതാപിതാക്കളെ സംബന്ധിച്ച് അവര് കുട്ടികളാ ഫോൺ കിട്ടി, കയ്യിൽ കിട്ടി, അവര് വീട്ടിലിരുന്നു, വേറെ പരിപാടികളൊന്നുമില്ല. പക്ഷെ കളിച്ചു വളർന്ന പ്രായമല്ലേ അത്, അല്ലെ? ഓടിക്കളിക്കേണ്ട പ്രായമാണ്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ ഗ്രൗണ്ട് ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും എങ്ങനെങ്കിലും ഇതാക്കും. അപ്പൊ അന്ന് തൊട്ടേ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമാണ് സംഭവം. എന്താ വെച്ച് കഴിഞ്ഞാൽ വളർന്ന് നമ്മളൊക്കെ ഒരു അത്യാവശ്യം ആവാൻ ഇതിനായി ഇറങ്ങിത്തിരിക്കാൻ പറ്റും എന്നൊരു സ്ഥിതിഗതികൾ വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഇതുപോലൊരു അവസരങ്ങൾ ഏതെങ്കിലും വിധേന ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ആശയം, ഈ ഉരുത്തിരുന്ന ആശയം എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടുമിക്ക ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളിൽ കയറിയ ആശയമാണ്. പക്ഷേ അതെ
അത് എത്താനുണ്ടായ നിമിഷങ്ങൾ ഇതാണ്. മഴവിൽക്കൂട്ടം എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു സംഘമുണ്ട്. ഒരു ഏകദേശം ഒരു 12 വർഷക്കാലമായിട്ട് ഞങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും യോഗം ചേർന്ന ഒരു 40-50 കുട്ടികൾ ഒത്തുചേർന്നിട്ട് ഒരു സംരംഭമാണ്. വളരെ ഇവര് കളിക്കാനായിട്ട് കുറെ ദൂരം സൈക്കിൾ ചവിട്ടി പോകുന്ന കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെയാണ് ഞങ്ങൾ സത്യത്തിൽ ഇതിന് വേരുകൾ ആഴ്ത്താൻ പോകുന്നത്. ഇവര് കളിക്കാനായിട്ട് ഇവർക്ക് ഇവിടെ ഇടം വേണം. അതുണ്ടായാൽ ഇവരിപ്പോ കുട്ടികൾ ഓൺലൈൻ ഗെയിമിൽ കൂടെ ആത്മഹത്യയിലേക്ക് പോകുന്ന വാർത്തകളൊക്കെ നമ്മുടെ കൊടകര ബ്ലോക്കിൽ തന്നെ 4 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇത്തരം കേസുകളെ മറികടക്കാനായിട്ട് ലഹരിയിൽ നിന്ന് കുട്ടികളെ അകറ്റി മൊബൈലിന്റെ അമിതമായ ആസക്തിയെ കുറച്ച് കളിക്കളത്തിലേക്ക് കൊണ്ടുവന്ന് ആരോഗ്യത്തോടു കൂടിയുള്ള ശീലത്തോടു കൂടി നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ മാത്രമാണ് സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുക, സാമൂഹ്യ കാഴ്ചപ്പാട് കൂടുക, മനുഷ്യജീവി എന്ന നിലയിൽ സാമൂഹ്യ ജീവി ആയിട്ട് മനുഷ്യൻ മാറുന്നത് അവിടെയാണ്. ഇപ്പോൾ വീടുകളിൽ തന്നെ വീടിനകത്ത് റൂമുകളിലാണ് കുട്ടികൾ. അതിൽ നിന്ന് പുറത്തു കിടന്ന് റൂമുകളിൽ നിന്ന് വീട്ടിലേക്ക് പുറത്തു കിടന്ന് വീട്ടിൽ നിന്ന് നാട്ടിലേക്ക് പുറത്തു കിടക്കുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ നാട്ടിലെങ്കിൽ ഞങ്ങൾക്ക് സൃഷ്ടിക്കാനാവും. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. നിരവധി ആശയങ്ങളും പല കാര്യങ്ങളും കൂടെ എല്ലാം പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ നമ്മൾ ഒരു വൈലോപ്പിള്ളിയുടെ ഒരു കവിത ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഓണം അടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ വിരിയാതിരിക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ പൂ പറഞ്ഞു. അതുപോലെ ഈ നാട് ഉണരുമ്പോ ഇവിടെ ആർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റും. അത്രയധികം ഒരു ഉത്സവ പ്രതീതിയാണ്. നിരവധി ആശയങ്ങൾ, ആയിരക്കണക്കിന്, ഒരു കൊച്ചു തൊട്ട് വലിയൊരു വരെയുള്ള ആശയങ്ങൾ ഇവിടെ 100 കണക്കിനാണ്. AI-യുടെ കാലാണ്. അതായത് അതിൽ വ്യത്യസ്തമായിട്ട് ഒരു പഴഞ്ഞ ആശയമല്ല. നമ്മൾ ചോദിക്കും ആരാണ് അവിടെ കളിക്കാൻ വരാൻ, ആരാണ് അവിടെ ഇരിക്കാൻ വരിക, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്, ഒരു മറുപടിയാണ് കൊടുക്കുന്നത്. എന്തായാലും ഈ ഒരു ഉദ്യമത്തിന് നിങ്ങളെല്ലാം പങ്കാളിയാവുമെങ്കിലും മനസ്സുകൊണ്ട് തന്നെ അല്ലേ ആ മുഖത്ത് കണ്ടറിയാം. എൻ്റെ പേര് രജനി ശിവരാമൻ, ഞാൻ മുൻ മെമ്പറാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നന്ദിപുലത്ത് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാൽ ഒത്തൊരുമയോടുകൂടി നടത്താനുള്ള ഒരു കഴിവ് നമ്മളുടെ ഇവിടുത്തെ കൂട്ടായ്മയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രാജു പറഞ്ഞ പോലെ കുട്ടികൾ, രാജുവിൻ്റെ വീടിൻ്റെ അടുത്താണ് കുട്ടികൾ, കൊച്ചു കുട്ടികൾ പോയി കളിക്കുന്നതും. ഇവർ സൈക്കിൾ ചവിട്ടി പള്ളിയുടെ അവിടെ പോകണം. പള്ളിയിൽ പോയിട്ട് അവിടെ പോയിട്ടാണ് ഇവർ കളിച്ച് രാത്രി ഒരു 7-7:30 അമ്മ പോരണത്. ഞാൻ അവിടെ ഇരുന്ന് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഇവര് ഇതിനൊരു ഉദ്യമം ഉണ്ടാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളെ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഇത് മറ്റുള്ളവർക്ക് ഞാൻ പലപ്പോഴും അത് മാതൃക ആക്കാന്ന് പറഞ്ഞത് പല സ്ഥലങ്ങളിലും നടക്കാത്ത ഒരു കാര്യമാണിത്. അതിനാണ് ഇത്ര എല്ലാവരുടെ ശ്രമഫലമായിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇപ്പൊ ഈ ഒരു കളിസ്ഥലം എന്നതിൽ അതോടൊപ്പം തന്നെ വയോജനങ്ങളും കുട്ടികളും. അപ്പോ നമ്മൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഇപ്പൊ 2 പേരും ജോലി ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ അച്ഛനമ്മേനെ നല്ല പോലെ നോക്കണമെന്ന്. പക്ഷെങ്കിലും നമ്മുടെ സാമ്പത്തികം അതാണ് പ്രസക്തി. അപ്പോ നമ്മൾക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് പോവാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മക്കളോടൊപ്പമാണ് നമ്മുടെ പേരൻസ്. അപ്പോൾ നമ്മൾക്ക് എവിടെ പോയാലും മറ്റുള്ളവരുടെ ശ്രദ്ധയും അതിലുണ്ടായിരിക്കും. അപ്പൊ ഈ നമ്മുടെ ഈ നന്ദിപുലം എന്ന് പറഞ്ഞ നന്മ പറഞ്ഞ ഒരു നാടായിട്ട് ലോകത്തില് അറിയപ്പെടണം ഞങ്ങൾ. ഈ നാടിന്റെ ഒരു പ്രത്യേകത പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഒരു കൂട്ടായ്മയുള്ളൊരിതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ 10 വയസ്സ് 8 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിള്ളേരെ മുറ്റത്തേക്ക് ഇറക്കാൻ പേടിയാ. അയ്യോ അതിലെ ബംഗാളി പിടിച്ചിട്ടുണ്ടാവും, ഇതിലെ പോയാൽ കള്ളന്മാർ കൊണ്ടുപോകും, പട്ടി കൊണ്ടുപോകും, കാറ് ഏതിലെ വരണേ, ജീപ്പ് ഏതിലെ വരണേ. ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ജീവിതം. വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ രക്ഷയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഈ നാട്ടിൽ ഇത്രയും വലിയൊരു സംരംഭം വരിക, നമ്മളെല്ലാവരും ഒരുപോലെ നിന്ന് അവരെ സംരക്ഷിക്കാൻ തയ്യാറാവുന്ന ഇതിൽ പരം ലോകത്ത് വേറെ ഒന്നുമില്ല ഈ കാലഘട്ടത്തിൽ. എനിക്ക് അതിന് മാത്രമാണ് ഈ ഒരു കളിസ്ഥലത്തിന് അതിന് മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം. നമ്മുടെ മക്കൾക്ക് ഒരു തണല്, നമ്മൾ മുതിർന്നവരെപ്പോഴും കൂടെ ഉണ്ടാവുക. അവര് കേരളം വിട്ട് തൃശ്ശൂർ ജില്ല വിട്ടൊക്കെ പോകും. അത് വലുതായിട്ട് അതുവരെ അവർക്കൊരു അറിവ് കൊടുക്കാനും അവർക്കൊരു തണൽ കൊടുക്കാനും നമ്മുടെ ഈ കൂട്ടായ്മ എപ്പോഴും ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ സന്തോഷം. ഈ ഒരു കളിസ്ഥലം ഇത്തിരി പ്രായമൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്കും ഇരിക്കാനും എല്ലാവരും ഒരു സഹകരണം ഒക്കെ ഉണ്ടാവുന്നത് നല്ല ഒരു സന്തോഷമുള്ള കാര്യം. ഈ ഉദ്യമത്തിനെ കാണുന്നത് നല്ല സന്തോഷമുണ്ട്. ഇപ്പോ ഒരു കുട്ടീനെ, ഒരു വളർന്നു വരുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എൻവിറോൺമെന്റ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആയാലത് മെന്റൽ ഡെവലപ്മെന്റ് വളരെയധികം വേണം. അപ്പൊ ഇങ്ങനത്തെ ഒരു കളിസ്ഥലം എന്ന് പറയുമ്പോൾ അവർക്ക് ശാരീരികമായിട്ട് ഒരു വളർച്ചയ്ക്കും കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും കൂടി മിങ്കിൾ ചെയ്യുമ്പോൾ അവർ തമ്മിലൊരു സോഷ്യൽ റിലേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു സംരംഭമാണ്. അത് നല്ല രീതിയിൽ വിജയകരമായി നടക്കട്ടെ. സന്തോഷം. നാടിന്റെ നല്ല ഒരു ഉദ്ദേശത്തിനായിട്ട് അണിചേർന്നവരാണ് ദാ ഈ നിൽക്കുന്ന മിടുക്കന്മാരും മിടുക്കികളുമല്ല.
മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ലൊരു പദ്ധതിക്കാണ് സാംസ്കാരിക വേദി, മിഴി സാംസ്കാരിക വേദി നന്ദിപുലം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് ജില്ലയിലെ ഓരോ യുവാക്കൾക്കും നൽകുന്ന പ്രചോദനം ചെറുതല്ല, വലിയ പ്രചോദനം തന്നെയാണ്. മറ്റുള്ളവർക്ക് മാതൃകയാക്കാം. നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെല്ലാം കളിച്ചും ചിരിച്ചും വളരട്ടെ. നാട്ടിൽ ലഹരി മാഫിയ കീഴടക്കുന്നു എന്ന് ഓരോ ദിവസങ്ങളിലും പത്രമാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ ഇതുപോലെയുള്ള കുരുന്നുകളെയും നമ്മൾ ഓർക്കണം. അവർ ഓടിക്കളിക്കുവാനും ചാടിക്കളിക്കുവാനുള്ള ഇടങ്ങൾ ഇല്ലാത്തതാണ് പലപ്പോഴും പല പ്രതിസന്ധികൾക്കും ഇടം നൽകാറ്. അത്തരം ഇടങ്ങളിലേക്ക് അവർ കയറട്ടെ, കളിക്കട്ടെ, ചിരിക്കട്ടെ, ആടിക്കളിക്കട്ടെ. അപ്പോൾ നാളെ മറ്റൊരു ജനകീയ വിഷയമായിട്ട് കണ്ടുമുട്ടാം. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റലിൽ നാളെ ഇതേ സമയം ഇതേ നേരം കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിച്ചു. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.